ഈശ്വര മീന് കണ്ടോ? ഇതെന്ത് മീനാ? കുറേ ദിവസമായി വിഴിഞ്ഞത്ത് പോയി മീൻ മേടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം, ഇന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും മഴയൊക്കെ പെയ്തല്ലേ, ചിലപ്പോൾ മീൻ ചാടിയാലും. വിഴിഞ്ഞത്ത് പോയി മീൻ വാങ്ങണമെന്നൊരു മോഹം, അതുകൊണ്ടാണ് ഇന്ന് വിഴിഞ്ഞത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. മീനുണ്ടോ ഇല്ലേ എന്ന് ഒരു പിടിയുമില്ല, പോവുകയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെ അതെ, കാശി എല്ലാ പ്രാവശ്യവും പോകുന്നതിന് വിഴിഞ്ഞത്തെ വില കാരണം വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരിക. ഇതാണ് പതിവ്. രാവിലത്തെ അന്തരീക്ഷം അടിപൊളി, ഒരു വെയിലും ഒരു തണുപ്പും എല്ലാ സെറ്റപ്പും കൂടെ. ഈ തണുപ്പൊക്കെ കിട്ടിയിട്ട് കുറേ നാളായി കേട്ടോ. ബാക്കി എല്ലായിടത്തും മഴയുണ്ട്, ഈ പാലാവൂർ സൈഡിലൊന്നും മഴയില്ല. ഇന്നലെയാണ് അത്യാവശ്യം നല്ലപോലെ പെയ്തത്. ഇത് ഉച്ചക്കട ജംഗ്ഷൻ ആയിട്ടുണ്ട്. ഉച്ചക്കട ജംഗ്ഷൻ ആയിട്ടുണ്ട്, നമ്മൾ മീനിലോട്ട് അടുക്കുകയാണ്. ഇത് ഇവിടെ എന്ന് പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഗൾഫ് എന്ന് തന്നെ പറയാം ഈ ഉച്ചക്കട എന്ന് പറഞ്ഞാൽ. അവരുടെ നാട്ടിലൊക്കെ ചെന്ന് ഉച്ചക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് അബുദാബി പോലെയാണ് ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ. അവർക്ക് ഭയങ്കര മാർക്കറ്റാണ്. ഉച്ചക്കടയുള്ള പയ്യനൊക്കെ അവരുടെ നാട്ടിൽ ഭയങ്കര മാർക്കറ്റാണ്. വിഴിഞ്ഞം കടപ്പുറത്ത് എത്താറായിട്ടുണ്ട്. മീൻ പിടിക്കുന്ന വലയും ചൂണ്ടയൊക്കെ വെക്കുന്ന ഒരു കടയാണ്. നമ്മൾ ചൂണ്ട നോക്കാനായിട്ട് കയറി, ഇപ്പം വാങ്ങിക്കുന്നില്ല, നോക്കിയിട്ട് പോവാം. നമ്മൾ ദൂരത്തോട്ട് എറിയുന്ന ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ എറിയുമ്പോൾ നൂലുണ്ടാവും. എന്തായാലും ഒരു ചൂണ്ട വാങ്ങിക്കണം. ഇതിൻ്റെ കറക്കണം, വേറെ വയ്ക്കാൻ പറ്റുമല്ലോ. എത്ര രൂപ വരും? ഒരു സെറ്റ് ആകുമ്പോൾ ഒരു 4 രൂപ എടുക്കും. 4 രൂപ വരും. ഒന്ന് കാണിക്കേ. ഇത് ഏകദേശം 4000 രൂപയോളം വരുന്ന സാധനമാണ്. പക്ഷേ ഈ കടയിൽ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു അറിഞ്ഞില്ലല്ലോ. ചൂണ്ട ഉണ്ടോ ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും വെച്ചത്. 2400 റീല് മാത്രം. അങ്ങനെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാ വിഴിഞ്ഞം കടപ്പുറത്ത് എത്തിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മീൻ കയറിയതിൻ്റെ ഒരു ആഹ്ലാദമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ കലാപരിപാടിയാണ് കേട്ടോ. വരുന്നവരൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓ, ഒരു റിങ്ങിനകത്തൂടെ കയറി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാപരിപാടി ഇവിടെ കാണുന്നത് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ കണ്ടത് അവരെ ജീവിത ചെലവിനുള്ള പൈസയൊക്കെ കണ്ടെത്തുന്നതാണ്. ജീവനുള്ള ക്ലാത്തിയാ. അപ്പോ മീന് നോക്ക്. ഈശ്വര മീന് കണ്ടോ? ഇതെന്ത് മീനാ? ഈ കാണുന്ന മീനിന് തള എന്നാണ് പറയുന്നത്. ഈ മീനിനൊരു വലിയ കൊമ്പുണ്ട്. പിടിക്കുന്ന സമയത്ത് തന്നെ അത് മുറിച്ച് കളയും, അല്ലെങ്കിൽ അത് തിരിഞ്ഞു കുത്തുമെന്നാണ് പറഞ്ഞത്. ഉൾക്കടലിൽ ദിവസങ്ങളോളം തങ്ങി നിന്നാണ് ഇങ്ങനെയുള്ള മീനിനെയൊക്കെ കരയ്ക്ക് അടുപ്പിക്കുന്നത്. മീനച്ചാറിന് എടുക്കാൻ പറ്റിയ സൂപ്പർ മീനാണെന്നാണ് പറഞ്ഞത്. അടിപൊളി ഒരു കട്ടക്കൊമ്പനാണ്. 12,000 രൂപയ്ക്ക് ലേലം പോയിട്ടുണ്ട്. എന്നെക്കാളും വലുതാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? വലിയൊരു മീനാണ്. സംഭവം അടിപൊളി. ഇവിടെ ആണ്ട് ഇത്രയും വില കൊടുത്താൽ മതി. മറ്റുള്ള ജില്ലകളിലോട്ട് പോകുമ്പോൾ ഈ വിലയ്ക്ക് ഇതിനേക്കാളും കൂടുതൽ വില പോകും. ഇതിൻ്റെ മാർക്കറ്റ് ഇവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. ആ തോട്ടിയിട്ടാണ് ഈ മീനിനെ പിടിച്ചത് കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന മീനിനെ ഇവിടെ ക്ലാത്തി എന്നാണ് പറയുന്നത്. ഇന്ന് ഇതിൻ്റെ ചാകരയാണെന്ന് തോന്നുന്നു. കടപ്പുറം നിറച്ച് ക്ലാത്തിയായിരുന്നു. എല്ലാ മീനും വന്ന് നോക്കിയാണ് ജീവനുണ്ടോന്ന്. അതെന്ത് മീനാ?
ചേട്ടാ അത് ഒരു വലിയ മീൻ. രാവിലെ 8:30 വന്നതുകൊണ്ട് ഇത്രയും വലിയ മീനിനെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു കേട്ടോ. ഞങ്ങൾ കുറച്ച് നൊത്തോലിയും ചൂര മീനും വാങ്ങിയായിരുന്നു. ഈ ചൂരയൊക്കെ ഒരു സമയത്ത് 100 രൂപ കൊടുത്തായിരുന്നു വാങ്ങിയത്. ഇന്ന് അതിന് 400 രൂപ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ചൂരയ്ക്ക് നല്ല വിലയാണ്. കൂടുതലും നൊത്തോലിയാണ് ഉണ്ടായിരുന്നത്. കുറച്ച് നൊത്തോലിയും മേടിച്ചു.